നമസ്കാരം. കഴിഞ്ഞ ദിവസം ബിസിനസ് ജിഹാദ് എന്ന് പറഞ്ഞിട്ട് മലബാർ എതിരെയല്ല, മലബാർ ജ്വല്ലേഴ്സിനെ പറ്റിയിട്ട് ലോകം ചർച്ച ചെയ്ത ഒരു കാര്യം പോസ്റ്റ് ഇട്ടിട്ടായിരുന്നു. അപ്പോ ഞാനല്ല അത് പറഞ്ഞത്, ഈ ലോകത്ത് പലരും പറഞ്ഞതിന് ശേഷം 2 ആഴ്ചയ്ക്ക് ശേഷം മാത്രം ഇട്ട ഒരു പോസ്റ്റ് ആയിരുന്നു. പക്ഷെ അത് എല്ലാവർക്കും ഭയങ്കരമായിട്ട് വേദനിച്ചു. അതാ മനസ്സിലാവാതെ. മലബാർ ജ്വല്ലേഴ്സിനെ അങ്ങനെ ഞാൻ അപവാദം പറഞ്ഞതാണ്. പല മൊബൈൽ ഫോണിൽ നിന്നും തെറികളും മെസ്സേജുകളും അവരെ പറയരുത് എന്ന് പറഞ്ഞു. എനിക്ക് എന്റെ രാജ്യമാണ്. എന്റെ രാജ്യത്തിനെതിരെ ആരെന്ത് കളിച്ചാലും അതിൽ പാർട്ടിയോ വ്യക്തികളോ കുടുംബമോ ബന്ധമോ സൗഹൃദമോ ഒന്നുമില്ല. രാജ്യം ഉണ്ടായാൽ മാത്രമേ നമുക്ക് ചുമരുണ്ടായാലും ചിത്രം വരയ്ക്കാൻ പറ്റുമെന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. അപ്പോ മലബാർ ജ്വല്ലേഴ്സ് അലിഷ്ബ മാലിക് എന്ന പാകിസ്ഥാനി ഇൻഫ്ലുവൻസറെ കൂട്ടി കരീന കപൂറും ഒക്കെ ഉള്ള ഏറ്റവും വലിയ നമ്മുടെ താരങ്ങളെ കൂടെ ലണ്ടൻ ഇംഗ്ലണ്ടിലെ മലബാർ ജ്വല്ലേഴ്സിന്റെ ഉദ്ഘാടനത്തിന് വന്ന് ഒരു പാകിസ്ഥാനി ബ്ലോഗർ വേണോ മലബാർ ജ്വല്ലേഴ്സ്? ഇത്രയും പടർന്ന് പന്തലിച്ച ലോകമൊന്നും പടർന്ന് പന്തലിച്ച ഒരു മലബാർ ജ്വല്ലേഴ്സിന് എത്ര വലിയ താരങ്ങളെ കൊണ്ടുവരാം? ഇത്രയും കാലം അവര് താരങ്ങളെ കൊണ്ടുവന്നിട്ട് ആരും ലോകമൊന്നും ചർച്ച ചെയ്തിട്ടില്ല. നമ്മളും ആരും പറഞ്ഞിട്ടില്ല. ഒക്കെ നമ്മളെ സുഹൃത്തുക്കൾ തന്നെയാണ്. അല്ല സുഹൃത്തായാലും കുടുംബമായാലും ഞാൻ പറഞ്ഞല്ലോ, രാജ്യത്തിനെതിരെ കളിക്കുമ്പോൾ പറയാനുള്ളത്. അപ്പൊ ഈ ഒരു സംഗതി അവർ ചെയ്തിട്ടില്ല എന്ന് പറയണതും അവര് അതിനെ പറ്റിയിട്ട് തർക്കിക്കുന്നതും എന്റെ പോസ്റ്റിന്റെ താഴെ നോക്കിപ്പോയാൽ കാണും. അപ്പൊ ഇവരിത്രയും ചെയ്യാറുള്ളൂ. ഞാൻ അവരെ കുറ്റം പറഞ്ഞിട്ടില്ല, ആരും പറഞ്ഞിട്ടില്ല. അവര് ആ ബ്ലോഗർ, പാകിസ്ഥാനി ബ്ലോഗറുടെ പേജിൽ നിന്ന്, അലിഷ്ബ മാലിക്കിന്റെ പേജിൽ നിന്ന് മലബാർ ഡെവലപ്മെന്റിന്റെ പരസ്യം പിൻവലിക്കട്ടെ. അതും ഒപ്പം മലബാർ ജ്വല്ലേഴ്സിന്റെ പേജിൽ നിന്ന് അലിഷ്ബ മാലിക്കിന്റെ പോസ്റ്റും പിൻവലിക്കട്ടെ. അവരെ കൂടെ ഫോട്ടോ എടുത്ത് അതൊക്കെ മാറ്റട്ടെ. ഇവരെ പെണ്ണുങ്ങളെ വീട്ടിന്റെ അകത്ത് മക്കനെയിട്ട് ഇരുത്തിയിട്ട് ഇങ്ങനെ വരുന്ന താരങ്ങളെ കൂടെ ഫോട്ടോ എടുക്കുന്ന ഒരിതാണ്. അത് വേറൊരു ഒരു സ്റ്റൈൽ ഓഫ് ബിസിനസ്സാണ്. എല്ലാവർക്കും എല്ലാവരുടെ വീട്ടിൽ പിന്നെ പെണ്ണുങ്ങളെ പുറത്തിറക്കാൻ പറ്റില്ല. കാരണം അതിൽ ഒരാളെന്നെ എന്നെ ഒരിക്കലും ഉപദേശിച്ചില്ല, മതത്തിന്റെ പേരിൽ നടന്നുകൂടെ ഈ കൂട്ടത്തിലൊക്കെ ഉള്ള ഒരാളെ. അപ്പൊ എനിക്ക് ചിരിക്കാനേ തോന്നിയിട്ടുള്ളൂ. കാരണം അവർക്ക് ഇതൊക്കെ ആവാം, ആണുങ്ങൾക്ക് എന്തു ആവാന്നുള്ളൊരു തോന്നല്, അല്ലെങ്കിൽ പണമുള്ളവൻ എന്തു ആവാന്ന് തോന്നല്. മലബാർ എന്നുള്ള കോഴിക്കോട് എന്നുള്ള ഒരു ജ്വല്ലേഴ്സ്, ഇനിയിപ്പൊ എന്റെ കുടുംബമാണെങ്കിൽ പോലും അങ്ങനെ ആവാൻ പാടില്ല. സിന്ദൂർ ഓപ്പറേഷനെതിരെ പിന്നെ ശബ്ദം ഉയർത്തിയ ആരോടും നമ്മൾ കൊടുക്കാൻ തയ്യാറില്ല. ഈ രാജ്യത്തെ പ്രതിപക്ഷ നേതാവിനെ പോലും നമ്മൾ വിട്ടിട്ടില്ല അതിനെതിരെ പറഞ്ഞിട്ട്. പട്ടാളത്തെ അപമാനിച്ച ആൾക്കാരെ നമ്മൾ ഒരിക്കലും പുറത്തു കൊടുക്കാൻ പറ്റില്ല. രാഷ്ട്രത്തിന്റെ ഭടന്മാരെ അപമാനിച്ച അലിഷ്ബ മാലിക്കിനെതിരെയാണ് ഞാൻ പറഞ്ഞത്. അവരെ കൊണ്ടുവന്ന മലബാർ ജ്വല്ലേഴ്സ് അതിനുത്തരം ഈ രാജ്യത്തെ ജനങ്ങൾക്ക് തരണം. അതിലൊരു സംശയം വേണ്ട. അല്ലെങ്കിൽ ഇവരതിന് മാപ്പ് പറയാത്ത പക്ഷം, അവരുടെ പേജുകളിൽ നിന്ന് ഈ പേരുകൾ അലിഷ്ബ മാലിക്കിന്റെ ഇൻഫ്ലുവൻസിങ് പിൻവലിക്കാത്ത പക്ഷം ഈ രാജ്യം, ഇന്ത്യയുടെ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി അത് അന്വേഷിക്കണമെന്ന് പറഞ്ഞ് നാളെ തന്നെ അതിനുള്ള എല്ലാ പേപ്പേഴ്സും റെഡിയായി. അതിനുള്ള കംപ്ലൈന്റ് നമ്മുടെ അന്വേഷണത്തിന് ഉത്തരവിറക്കിയ ഒരു ലെറ്റർ, റിക്വസ്റ്റ് ലെറ്റർ നാളെ പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ ഫയൽ ചെയ്യും. NIA തന്നെ അന്വേഷിക്കണം. കാരണം ലോകം മുഴുവനും ശൃംഖലകളുള്ള ഇത്രയും ഫേമസ് എത്തിയപ്പോ എന്തിനാണ് ഒരു ബ്ലോഗറെ കൊണ്ട് ഒരു പരസ്യം ചെയ്യിപ്പിക്കുന്നത്? അവരെ കൂടെ നിർത്തിയ ആരെയാണ്? ഇന്ത്യന്റെ താരമായ കരീഷ്മ കപൂർ. അവരൊക്കെ അഭിനയിച്ചാണ് ആ ലെവലിലെത്തിയത്. എത്ര ആൾക്കാരെ വേണമെങ്കിലും കൊണ്ടുവരാം. അപ്പൊ ഇത് റോ പോലത്തെ ഏജൻസികൾ തന്നെ അന്വേഷിക്കണം. വിദേശ കൈയാണുള്ളത്. ഇത് നിങ്ങൾ തെറ്റ് ചെയ്തില്ലെങ്കിൽ നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമില്ല. മലബാർ ജ്വല്ലേഴ്സിനോടാ പറയട്ടെ, എന്നെ വിളിച്ചോണ്ടിരിക്കും, എന്നെ റെക്കമെൻഡ് ചെയ്യും, ഒന്നിന്റെ ആവശ്യമില്ല. കാരണം നിങ്ങൾ തെറ്റ് ചെയ്യാത്തോടത്തോളം കാലം ഒരു പ്രശ്നമില്ല. ഒരു നുസ്രത് ജഹാൻ ഇത് വന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങളെ ഇത് പൂട്ടാനും പോകുന്നില്ല, നിങ്ങൾക്കൊന്നും സംഭവിക്കാനും പോകുന്നില്ല. പക്ഷെ പറയേണ്ടത് ഞങ്ങൾ ഇന്ത്യയിലെ ഓരോ സിറ്റിസന്റെ അവകാശമാണ്. ഞങ്ങളത് പറഞ്ഞുകൊണ്ടേയിരിക്കും. ഞങ്ങളെ രാജ്യത്തെ അപമാനിക്കുന്ന ആരുമായിട്ടും ആരും കൂട്ടുകൂടാണ്ടെന്നേ പറയാനുള്ളത്. തീർച്ചയായിട്ടും ഈ കേന്ദ്ര ഏജൻസികൾ അന്വേഷിക്കട്ടെ അലിഷ്ബ മാലിക് എങ്ങനെ മലബാർ ജ്വല്ലേഴ്സിൽ എത്തിപ്പെട്ടിട്ടുണ്ട്.